നിങ്ങൾ നേപ്പാൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ട്രക്കിംഗ് സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഐസ് ലേക്കിലേക്കാണ് കേട്ടോ. ആ ലേക്ക് ഉള്ളത് ഈ മലയുടെ മുകളിലാണ്. 4620 മീറ്റർ എബോവ് ദ സീ ലെവലിലാണ് ഈ ലേക്ക് വരുന്നത് കേട്ടോ. ഇത് ഫുൾ ട്രക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 7 to 8 hours എടുക്കും. നല്ല ഹാർഡ് ട്രക്കാണ്. ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല ഹാർഡ് ട്രക്ക് ആണെങ്കിലും ഈ വ്യൂ ഒക്കെ കണ്ടുപോകാൻ ഭയങ്കര രസമാണ്. നല്ല ആകാശവും മഞ്ഞു മൂടിയ മലയും ഈ ഒരു വാലിയൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നേപ്പാളിലെ മനാങ് ഡിസ്ട്രിക്റ്റിലാണ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡേ കണ്ട ബ്ലൂ ലേക്ക് കേട്ടോ. അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മനാങ്ങിൽ വരുവാണെങ്കിൽ ജീപ്പ് ഹയർ ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. കാത്മണ്ഡുവിനോ അല്ലെങ്കിൽ ബേഷിഷഹറിന്നോ നിങ്ങൾ ജീപ്പ് 3 ദിവസത്തേക്ക് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനാങ്ങിൽ ഫുൾ ചുറ്റിക്കാണാൻ ജീപ്പ് മതി കേട്ടോ. അടിപൊളി ഒരു ട്രക്കായിരുന്നു. ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, കാരണം നമുക്കൊരു 1 way തന്നെ 4-5 hours ഉണ്ട്. നല്ല ഹാർഡ് ട്രക്കാണ്. അപ്പം ഞങ്ങളൊരു പോയിന്റ് വരെ എത്തിയായിരുന്നു. അവിടെ ഇന്ന് കുറേ നേരം അടിപൊളിയായിട്ട് വ്യൂവും കാറ്റും ഒക്കെ ആസ്വദിച്ച് നമ്മൾ ആ ട്രക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഈ ട്രക്ക് ഒരു 1 side ഒരു 5 to 6 hours എടുക്കും. അപ്പോൾ നിങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. അടിപൊളി ട്രക്കാണ്. അപ്പോൾ ബൈ ഫ്രം ട്രാഫുട്ടികൽസ്.